തുടരും ജ്ഞാനത്തോളം എത്തുന്നു നാഥനെ തിരുകൃപയിൽ, എത്തുന്നു നാഥനെ തിരുകൃപയിൽ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം ഉയർത്തി അറിയിക്കുകയാണ്. അടിമാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. അനേക കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രത്യേക ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വരുവാനും വളരെ സന്തോഷം തോന്നി. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരണത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരല്പ നേരത്തേക്ക് ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ വളരെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല, സന്തോഷമില്ല. അനേക പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത എങ്ങനെയായിരുന്നു? നിസ്സാര ഒരു ചായയ്ക്ക് വേണ്ടി മരുമകളെ വെട്ടിക്കൊന്നെന്ന് പത്രത്തിൽ വായിച്ചു. നമ്മളെല്ലാം കണ്ട കാഴ്ചയാണ്. നിസ്സാര ഒരു വിഷയത്തെ പോലും ക്ഷമിക്കാൻ കഴിയാതെ മനുഷ്യന്റെ ജീവിതം വലിയ വിഷയത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി, അതിന് വലിയ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ ഒരു വില കൽപ്പിക്കാതെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ ജീവിക്കുന്നത്. മനുഷ്യനെന്ത് പറ്റി? മനുഷ്യന് സ്നേഹമില്ല, സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിലും ഇവരൊന്നും സ്നേഹിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതം വലിയ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദേശനിവാസികളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നുമായിരുന്നു. കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം, സമാധാനമുള്ള നാട്, സന്തോഷമുള്ള നാട്, കാലാവസ്ഥകളൊക്കെ നല്ല കാലാവസ്ഥയുള്ള നാട്. തീർന്നില്ല, ഇവിടുത്തെ നമ്മുടെ കയറ്റുമതി ചെയ്യുന്ന ഏലം, അങ്ങനെ കുരുമുളക്, അതൊക്കെ നിറഞ്ഞ വലിയ സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴോ കേരളം എന്ന് കേൾക്കുമ്പോൾ പൈശാചികർ പോലും വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യങ്ങളല്ലേ ഓരോ ദിവസവും നടക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ, അവന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു കരമെന്ന് പറഞ്ഞാൽ, അവൻ ഏതെങ്കിലും ഒരു മദ്യത്തിന് അടിമയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മയക്കുമരുന്നിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ നിന്ന് നാം രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് അപ്പനെയും അമ്മയെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കുഞ്ഞ് ഒരു മാതാവിന്റെ ഉദരത്തിന് ഉരുവാകുമ്പോൾ ആ കുളത്തിൽ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ മാതാവാണ്. ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ആ പിതാവും സ്നേഹിക്കും. കാരണം തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അതിന് രണ്ട് കൈയുണ്ടെന്നോ രണ്ട് കാലുണ്ടെന്നോ അറിയത്തില്ല, അവര് മന്ദബുദ്ധിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ആ മാതാവ് ഒത്തിരിയായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുക. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ആ മാതാവ് ജീവിക്കുന്നത്. അങ്ങനെ 1 മാസം 2 മാസം 3 മാസം 5 മാസം 8 മാസം 9 മാസമായി അങ്ങനെ ആ കുഞ്ഞ് ഭൂമിയിൽ പിറന്നു. ഒത്തിരി സന്തോഷം. ആ കുഞ്ഞിനെ വളർത്തുന്നത് വലിയ ഒത്തിരി സന്തോഷങ്ങളാണ്, ഒത്തിരി ആഗ്രഹങ്ങൾ. ഒരു ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ കുഞ്ഞിനെ വളർത്തുകയാണ്. അങ്ങനെ വളർന്ന് ആ കുഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞ് ചില വർഷങ്ങൾ മാസങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പറ്റുന്നറിയുമോ? ആ കുഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മദ്യത്തിനടിമയായി, അവൻ മയക്കുമരുന്നിനടിമയായി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പത്രമെടുത്ത് വായിച്ചാൽ കേൾക്കുന്ന സംഭവങ്ങളല്ലേ,
മകൻ അപ്പനെ കുത്തിക്കൊന്നു, മകൻ അമ്മയെ ചിത്രീകരിച്ചു കൊന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കുന്നത് ഇന്ന് പകൽ. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യൻ പാപത്തിന് അടിമയാണ്. മനുഷ്യൻ എങ്ങനെ ഈ പാപം വന്നു ചോദിച്ചാൽ ഏക മനുഷ്യനാൽ ഈ പാപം വന്നു. ഈ പാപം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോടുള്ള നിയമലംഘനം നടത്തി, ദൈവം പറഞ്ഞ വാക്ക് ചെയ്യുന്ന കാര്യം ചെയ്തു, പാപം അവരുടെ മേൽ വന്നു. ഈ പാപത്തിൽ വന്ന മനുഷ്യൻ അന്നു മുതൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ വേണം. എല്ലാവരും ഓടി ഓടി മനുഷ്യൻ അതിനോട് ചെയ്ത കാര്യം ഇതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, തീർന്നില്ല. ഇഷ്ടം പോലെ അനേക മലകൾ കയറുന്നു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. എന്നിട്ട് യഥാർത്ഥമായിട്ട് മനുഷ്യന് ജീവിതത്തിന്റെ അകത്ത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. പാപം എന്ന വാക്ക് ബൈബിളിന്റെ മാത്രം പുസ്തകയല്ല സ്നേഹിത. എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചു വരുന്ന കാര്യമാണ് പാപം. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഈ പാപം വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ പാപം മാറിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ അപ്പനെയും അമ്മയെയും സഹോദരനെയൊക്കെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഈ പാപം അവന് മേൽ വന്നപ്പോൾ, അവന് സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, ആ സമാധാനത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തു ചോദിച്ചാൽ അവൻ മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ മയക്കുമരുന്നിൽ ആശ്രയിച്ചു, കഞ്ചാവിൽ ആശ്രയിച്ചു. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയി അവസാനം അല്പം വിഷത്തിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു കൂടെ കയറിന്റെ അകത്തോ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം മറക്കരുത്. ഈ പാപം വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇത് പകൽ ദേശനിവാസികളോട് ഒരു കാര്യം പറയാം. പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് മരണമാണെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. പാപത്തിൽ ജീവിച്ച സകല മനുഷ്യരും മരിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇത് പകൽ ചില നിമിഷങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ഏറ്റവും അകത്ത് കിടന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ലോകത്തെ അനേകർ നോക്കിയിട്ട് നടക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾക്കൊരു കാര്യം പറയുന്നുണ്ട്. ആ പാപത്തിൽ നിന്ന് അവർ രക്ഷിക്കുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? ഉത്തരം നല്ല വാർത്തയാണ്. സുവിശേഷം ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. പിന്നെയോ സുവിശേഷം എന്ന് പറഞ്ഞാൽ പറയും രോഗസൗഖ്യമല്ല സുവിശേഷം. പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ മറുപടി എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇത് പകൽ ദേശത്തോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ വിടുവിപ്പാൻ കഴിയുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തെ ഒന്നുകൂടെ പറയാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങള് മതം മാറ്റുന്നവരാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുമോ? അഭിപ്രായം എന്നേ ഉള്ളൂ. ലോകത്തിലെ എല്ലാവരും അഭിപ്രായങ്ങൾ ഒന്നുമായി പറയുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ അത് ഒരു മാർഗമാണ് സുവിശേഷം. ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്ത് എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടില് ഈ ചൊറിയന്താളി എന്ന ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടി നിൽക്കുവാന്നിരിക്കട്ടെ, അത് എത്ര വർഷം വെള്ളമൊഴിച്ചാലും ചൊറി തന്നെ ചെയ്യും. എന്നാൽ അത് പറിച്ചിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിനകത്ത് ഇരിക്കട്ടെ, എന്തോരം വെള്ളമൊഴിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ചൊറി തന്നെ ചെയ്യും. അതിന് മാറ്റം സംഭവിക്കത്തില്ല. പിന്നെ എന്ത് പറയുന്നത് പോലെയാണ് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എല്ലാവർക്കും പറയാം. പക്ഷെ സ്നേഹിത, മതമല്ല മാറേണ്ടത്, നിന്റെ പേരല്ല മാറേണ്ടത്. ഇന്ന് പകൽ നിന്റെ മനസ്സിന് മാറ്റം സംഭവിക്കണം. ഇന്ന് പകൽ ഈ സുവിശേഷത്തിൽ കൂടി ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന്റെ അകത്ത് പാപത്തിൽ നിന്ന് ദൈവത്തെ തിരിയുന്ന ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കയിൽ
നരഭോജികളിടയിൽ ഈ സുവിശേഷം കടന്നു. നരഭോജിയുടെ സുവിശേഷം കടന്നു ചെയ്യുന്ന ദേവദാസന്മാർ അവിടെ ചെന്ന് ഈ സുവിശേഷം അനേകര് യേശുവിന് മുമ്പിൽ സുവിശേഷത്തിന് മുന്നിൽ അവർ മുട്ടുമടക്കി അവർ സുവിശേഷ യേശുവിനെ അവർ അംഗീകരിച്ചു. അന്ന് രാത്രിയില് അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അനേക നരഭോജികൾ അവരുടെ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തു. അപ്പോൾ അത് ദേവദാസൻ ചോദിച്ച ചോദ്യമുണ്ട്, പ്രിയ നരഭോജികളെ, നിങ്ങളുടെ ജീവിതത്തില് ഈ സുവിശേഷം വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചത്? അപ്പം അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്, അല്ലയോ ദേവദാസ, ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു തെളിവാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം പ്രിയ ദേവദാസമായി തീർന്നേനെന്ന് അദ്ദേഹം പറയാനിട വന്നു. സ്നേഹിത, മരഭോജിയെ മരസ്നേഹിയേക്ക് മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് പകലിന് ഈ ദേശത്ത് നിന്ന് ചങ്കുറപ്പോടെ ആവേശത്തോടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ മരഭോജിയെ മരസ്നേഹിയേക്ക് മാറ്റിയ മാർഗം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് തീർന്നില്ല. അനേക മദ്യപാനികളെ, അനേക കുടുംബം തകർന്നവരെ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ മാർഗം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഞങ്ങൾ കൂടുതൽ നിൽക്കുന്ന ദൈവദാസന്റെ കയ്യിലേക്ക് ഈ മൈക്കൊക്കെ കൈമാറിയാൽ അവരും പറയും, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാര്യയായി ജീവിച്ചൊരു കാലം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. പോലീസുകാർ തന്ന പെറ്റി കേസിനോ അവർ പറഞ്ഞ ലാത്തി ചാർജിനോ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയില്ല. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ ഒറ്റ മാർഗമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടുന്ന മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് ഞാൻ പറയും, എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന കാരണം? ഈ സുവിശേഷത്തിന്റെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് ആ വ്യക്തി യേശുവാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾ എത്ര സമ്പറ്റമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, യേശു ആരാണെന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽ ഈ ദേശത്തൊന്ന് പറയാം, യേശു ആരാണെന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പാടാൻ കാരണം? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇത് പ്രസംഗിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പേരില് ഒത്തിരി അടി കൊള്ളാൻ കാരണം? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് രക്തസാക്ഷിയാക്കിയതിന് കാരണം? അനേക കാരണങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന്, യേശു ആരാണെന്ന് തിരിച്ചറിയണം. എല്ലാവരും പറയും, യേശു ആരാണെന്ന ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. ചിലർ പറയും യേശു ദൈവമാണ്, ചിലർ പറയും യേശു യോസേപ്പിന്റെ മകനാണ്, യേശു മറിയയുടെ മകനാണ്, യേശു അത്ഭുതം ചെയ്തവനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. അനേക ഉത്തരങ്ങൾ പറയാൻ കഴിയും. എന്നാൽ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ വിളിച്ചു പറയും, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ യേശു ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് യഥാർത്ഥമായ ഉത്തരമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കും. ഒറ്റ കാര്യം പകൽ മറക്കരുത്, യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷിപ്പാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണത്. യേശുവിന്റെ ജീവിതം അത്ഭുതമായിരുന്നു. യേശുവിന്റെ ജനനം അത്ഭുതമായിരുന്നു. മാലാഖമാരിങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ജനനം ജനർത്തിങ്കിൽ അനേകർ സന്തോഷിച്ചു. തീർന്നില്ല. ഞാൻ പറയും, യേശു ജനിക്കുന്ന ഈ ഡിസംബർ 25-ാം തീയതിയൊക്കെ വരുമ്പോ എല്ലാവരും എന്ത് ചെയ്യുക? യേശുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. അനേകം പുൽക്കൂട് കെട്ടുന്നു, നക്ഷത്രങ്ങൾ ഒരുക്കുന്നു. തീർന്നില്ല. ആ ദിവസം ചില ദിവസം കഴിയുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വരും. ആ വാർത്ത ഇങ്ങനെയാണ്, എന്താണെന്നറിയാമോ? ക്രിസ്മസ് ആഘോഷിച്ച മലയാളികൾക്ക് സന്തോഷം, 1000 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തുണ്ട് പത്രം വായിക്കുക. ശരിയല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിന്റെ അകത്ത് യേശു ജനിച്ചെങ്കില് ഞങ്ങൾ പറയും, നീ മദ്യത്തോട് വിട പറയണം. ഇന്ന് പകലിന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് യേശു യഥാർത്ഥമായി നിന്റെ കുടുംബത്തിനകത്ത് ജനിച്ചെങ്കില് നീ മദ്യത്തോട് വിട പറയും, മയക്കുമരുന്നിനോട് വിട പറയും. അത് മാത്രമല്ല, നിന്റെ ജീവിതത്തിന് അലട്ടുന്ന ലഹരി പദാർത്ഥത്തിന് അടിമയോട് വിട പറയാൻ ഇന്ന് പകൽ യേശു നിന്റെ കുടുംബത്തിനകത്ത് ജനിക്കണം. യേശു പുൽത്തൊട്ട് ജനിച്ചൊരു കാര്യമില്ല. യേശു യഥാർത്ഥമായി നിന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇന്ന് പകൽ ഈ ദേശത്തോട് വിളിച്ചു പറയുക. യേശുവിന്റെ ജനനം അത്ഭുതമായിരുന്നു. യേശുവിന്റെ ജീവിതം അത്ഭുതമായിരുന്നു. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് യേശു തന്റെ അത്ഭുത ശുശ്രൂഷകൾ ആരംഭിച്ചു. അങ്ങനെ ജീവിച്ച കർത്താവ് 33 വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. തീർന്നില്ല. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിൽ ജനിച്ച മനുഷ്യ, നിനക്ക് മരണം നിശ്ചയമാണ്.
എന്നാൽ ആ പാപത്തിൽ നിന്ന് പ്രാശ്ചിത്തമായ ഒരുവരെ ഇന്ന് പകൽ ഈ വൈകുന്നേര വേളയിൽ ഈ തിങ്കൾക്കാട് പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചു വരാൻ കഴിയും. ഇന്ന് പകൽ അവനെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നത് അതിന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. പാപത്തിന്റെ ശമ്പളത്തിൽ നിന്ന് മരണമെന്ന ലോകം ദൈവം വിധി എഴുതിയപ്പോൾ ആ വിധിയെ മാറ്റുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. തീർന്നില്ല. അങ്ങനെ യേശുവിനെ പിടിച്ചു. പീലാത്തോസിന്റെ 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും യേശുവിനെ മേൽ കണ്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കുവാൻ കാരണം നിങ്ങൾക്കറിയാമോ? നാം തിരിച്ചറിയണം. അവിടുത്തെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവർ നിയമം പറഞ്ഞിങ്ങനെയാണ്: 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നിയമം നിൽക്കുമ്പോഴാണ് പാപമില്ലാത്ത യേശുവിനെ അവർ പിടിക്കാനാണ് വന്നത്. പിന്നെ പാപമില്ലാത്തവനെ പിന്നെ എന്തുകൊണ്ടാണ് മരിക്കാൻ ഏൽപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: എന്റെയും നിന്റെയും സകല പാപവും യേശു ഏറ്റെടുത്തുകൊണ്ട് ആണ് ഇത് ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. മനസ്സിന്റെ സ്നേഹിത, എന്നെ കേൾക്കുന്ന മനസ്സിന്റെ സ്വഭാവേ, ഇന്ന് പറയട്ടെ, ആ യേശു ഇന്ന് പകൽ ഇങ്ങനെ മാറി വിളിക്കുകയാണ്. അങ്ങനെ മാറി മാറി വിസ്തരിച്ച യേശുവിന് മേൽ ഒരു കുറ്റവും കണ്ടില്ല. അവസാനം യേശുവിനെ ക്രൂശിക്കാൻ അവർ വിട്ടു. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെ യേശു പീലാത്തോസിന്റെ ഗമന എന്ന കൽപ്പന മുതൽ കാൽവറിയിലേക്ക് തന്റെ പാപം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട്, മനുഷ്യരുടെ സകല പാപം ഏറ്റെടുത്തുകൊണ്ട് യേശു കടന്നു പോവുകയാണ്. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണമേ: പീലാത്തോസിനെ ഗമന എന്ന കൽപ്പനത്തില് യേശു അടിക്കാൻ ഏൽപ്പിച്ചു. ചൂണ്ടകളും അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടകൾ കൊണ്ട് നിറഞ്ഞ ചാട്ടവാറുമായി 2 പട്ടാളക്കാർ കടന്നു വന്നു. യേശുവിന്റെ പുറത്ത് ചാട്ടവാർ ആശീർവദിച്ചു. ആശീർവദിക്കുമ്പോഴും യേശു ഒറ്റ വാക്കിതാണ്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ തീർന്നില്ല. യേശുവിന്റെ മുഖത്തൊരു കറുത്ത തുണി കെട്ടിയിട്ട് മുഷ്ടി ചുരുട്ടി യേശു പുറത്ത് മുഖത്താഞ്ഞിടിച്ചു. എന്നിട്ട് പറഞ്ഞു: നിന്നെ ആരാണ് ഇടിച്ചത്? നീ പ്രവചിക്ക്. യേശുവിനെ പരിഹസിച്ചു. തീർന്നില്ല. ഉള്ളുകൊണ്ടൊരു കിരീടം ഉണ്ടാക്കി യേശുവിനെ തലയിൽ അടിച്ചിറക്കിയിട്ട് യേശു മൗനമായി ഇതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന വാത്സല്യ സ്വഭാവേ, പറയട്ടെ, എന്റെയും നിന്റെയും സകല പാപവും എന്റെ യേശു മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് യേശു ഇതെല്ലാം സഹിക്കുവാനാണ് വന്നു. തീർന്നില്ല. കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് യേശുവിന്റെ പുറകെ കടന്നിരുവരുടെ വന്നു. അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞത് എങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുക. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു എങ്ങനെയാണ്: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകൽ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് യേശു പറയാൻ കാരണം ചോദിച്ചാൽ, ഈ കാലത്തേക്ക് നോക്കിക്കേ, പത്രം കൊടുത്ത് വായിച്ചേ. ഇന്ന് പകൽ ദേശമേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ, എത്ര കുഞ്ഞുങ്ങളാണ് കഞ്ചാവിന് അടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിന് അടിമയാകുന്നത്. തീർന്നില്ല. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല, നമ്മുടെ തലമുറയ്ക്ക് സന്തോഷമില്ല, അത് ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് പകൽ ഈ ദേശത്തോട് ഇന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയാം: നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് പകൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഉച്ചഭാഷയിലൂടെ ഈ തിങ്കൾക്കാട് പ്രദേശത്ത് നിന്നുകൊണ്ട് ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുക: നമ്മുടെ തലമുറകൾ അവർ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ തലമുറ ആരും നശിച്ചു പോകരുത്. അവർ കഞ്ചാവിന്റെ അടിമയാകരുത്, അവർ മദ്യത്തിന് അടിമയാകരുത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ നമ്മൾ കേട്ടില്ലേ, പത്രം വായിച്ചപ്പോൾ ഒരു സംഭവം, അധ്യാപകനെ കയ്യേറ്റം ചെയ്ത വിദ്യാർത്ഥി. എന്താ നമ്മുടെ ഫോക്കസ് കേട്ടാ സ്നേഹിത? ഇന്ന് പകൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ അവർ അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് പകൽ നമ്മൾ ആരെന്നുള്ള വിഷയമല്ല, ഏത് ജാതി ഏത് വർഗം ഒന്നും വിഷയമല്ല, പക്ഷെ നമ്മുടെ തലമുറകളെല്ലാവരും അവർ യേശുവിനെ അറിയണം എന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ ഇന്ന് ശക്തമായി വിളിച്ചു പറയുക. തീർന്നില്ല. അങ്ങനെ യേശു അവരെ കടന്നു പോകുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ പാലസ്തീന്റെ ഹൃദയഭാഗുന്ന സ്ഥലത്ത്, തലയോടുമെന്നർത്ഥമുള്ള സ്ഥലത്ത്, ഗോൽഗോഥ എന്ന സ്ഥലത്ത് യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. ഒരു കള്ളനെ എടുത്ത് ഒരു കള്ള വലത്തുമായി യേശുവിനെ ക്രൂശിച്ചു. യേശു
അവിടെ കിടന്ന് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ അംഗീകരിച്ചു. അതൊരു കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊണ്ട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അങ്ങനെ ആ കള്ളൻ യേശുവിനെ പോയി വിളിച്ച് യാചിച്ചപ്പോൾ ഇവരെ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മുടെ ദേശത്തിന് പറയാ, നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റൊരുവരുണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് നീ പാപത്തിന്റെ ഏറ്റവും അടിയിൽ കിടന്ന് എല്ലാവരും നിന്നെ തള്ളി മാറ്റി നിർത്തിയെങ്കിൽ ഇല്ല സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവന്റെ പേര് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് ആ യേശുവിലേക്ക് ഞങ്ങളെ സ്വാഗതമായി സ്വാഗതം ചെയ്യുക. നിന്റെ ആരായിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ സ്നേഹിത, ആ യേശു നിന്നെ സ്നേഹിക്കുക. നിന്റെ ജീവിതം എല്ലാം തള്ളിക്കളഞ്ഞ് ഇനി ആത്മഹത്യ മാത്രം ഓർത്ത് നീ ഇരിക്കുമ്പോൾ ഇല്ല സ്നേഹിത, ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവന്റെ പേര് കർത്താവ് യേശു ക്രിസ്തു. നിന്റെ മക്കളെ വേഗം നിർത്തുക. ഒരു കല്ലപ്പതവാക്കി നിർത്താം. യേശു ഉറക്കം വിളിച്ച് പ്രാണനെ വിട്ടു. അങ്ങനെ എല്ലാവരും പറഞ്ഞ സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. ക്രിസ്ത്യാനിത്വം ഇവിടെ കൊണ്ട് തീർന്ന് ലോകം വിധി എഴുതി. പക്ഷേ ഇന്ന് പകലില് ആ കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്തുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിപ്പാൻ ഉള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കർത്താവ് അങ്ങനെ ഉറക്കം വിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ ഉണ്ടായ 3 സംഭവങ്ങള്. ഒന്ന്, സൂര്യൻ ഇരുണ്ടുപോയി, വലിയ ഭൂകമ്പമുണ്ടായി. അത് മാത്രമല്ല, യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മേൽത്തൊട്ട് അടികൾ 2 കീറിപ്പോയി. തീർന്നില്ല. യേശു പറഞ്ഞു, സകലവും നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായത്? ഇന്ന് പകൽ തിരിച്ചറിയണം. പാപത്തിന് പ്രായശ്ചിത്തമായ യേശു ഈ ഭൂമിയിൽ വന്ന് തന്റെ അവസാനത്തോടെ രക്തം വരെ കാൽവൽ ഊറ്റി നമ്മൾ പറഞ്ഞു, പാപത്തിന് പ്രായശ്ചിത്തമായ സകലവും നിവൃത്തിയായി. ഇനി ഒരു യാഗം ഇനി ശേഷിക്കുന്നില്ല. ഇന്ന് പകല് ഈ ദേശത്തോട് ചങ്കുറപ്പുള്ളവരെ വിളിച്ചു പറയാം, നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായ കർത്താവായ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചുകൊണ്ട് തന്റെ അവസാനത്തോടെ രക്തം വരെ കാൽ ഊറ്റി തന്നോട് വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി. ഇനി നിന്റെ പാപത്തിന് പ്രാപ്തവർ വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആ യേശുവിനെ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കണം. ഒറ്റ കാര്യം, ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു. തീർന്നില്ല. അങ്ങനെ യേശു മരിച്ചു. കല്ലറകത്ത് യേശുവിനെ അവർ അടക്കി. എല്ലാവരും സുവിശേഷം തീർന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ 3 ദിവസമേ ഇത് യേശുവിനെ അവരെ കല്ലറകത്ത് ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 3ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഒരുവർ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകല് ഈ തിങ്കൽക്കാരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ആവേശമായി വിളിച്ചു പറയാം, ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് കല്ലറയോട് അവസാനിച്ചവരല്ല, അവൻ കല്ലറയോട് തീർന്നവരല്ല, അവൻ പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ച ഒരൊറ്റ നേതാവുണ്ടെന്നത് അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലില് ആ യേശുവിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വാക്ക് നിർത്തുകയാണ്. വത്സലേ, ഇന്ന് പറഞ്ഞ കർത്താവേ, യേശുവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്റെ ജീവിതത്തില് ഈ കേട്ട വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന് പ്രായശ്ചിത്തമടങ്ങ് മരിച്ചെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് മുതൽ അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി ഞാൻ ജീവിക്കാം. ഇന്ന് പകൽ ഒന്ന് പറഞ്ഞേ, ആ ഹൃദയത്തിനകത്ത് നിന്നൊന്ന് പറഞ്ഞേ. എല്ലാവരും ഇന്ന് തള്ളിയില്ലേ? അപ്പം മാറ്റി നിർത്തി, അമ്മ മാറ്റി നിർത്തി, ഭാര്യ മാറ്റി നിർത്തി, മക്കൾ മാറ്റി നിർത്തി, ഭർത്താവ് മാറ്റി നിർത്തി. പക്ഷേ ആ യേശു നിന്റെ സ്നേഹത്തോടെ മാടി വിളിക്കുക. ആ യേശു നിന്നെ ഹൃദയം തുറന്ന് നിന്നെ മാടി വിളിക്കുക. ഇന്ന് പകൽ എനിക്ക് ആ യേശുവിനെ വേണം. എത്ര പേർക്ക് ആ എനിക്ക് ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് ഒരു നിമിഷം, ഒറ്റ നിമിഷം ഒന്ന് പറയാമോ? യേശുപ്പ, എനിക്ക് അങ്ങേ വേണം. യേശുപ്പ, എനിക്ക് നിന്നെ വേണം. എനിക്ക് ഒരു അങ്ങ് മരിച്ചത് വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ആ യേശു ഇന്ന് പകൽ ദേശമേ വിളിച്ചു പറയട്ടെ. 3ാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പിതാവിന്റെ വലത് ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ എത്തിയിരുന്നില്ല. താമസമല്ല, എന്ന് യേശു മടങ്ങി വരാറായി. ഇന്ന് പകൽ ഈ ദേശം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. താമസമല്ല, യേശു മടങ്ങി വരാറായി. താമസമല്ല, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ചേർപ്പാൻ എന്റെ യേശു വേഗത്തിൽ വരാൻ സമയമായി. ഈ കേൾക്കുന്ന യുദ്ധങ്ങളും യുദ്ധ ശ്രുതികളും എല്ലാം വിളിച്ചു ഒറ്റ കാര്യം,
കാര്യം, യേശു മേഘത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് യേശുവിന്റെ ആ മേഘത്തിന്റെ പ്രത്യക്ഷതയിൽ നമുക്കും അവരോട് ആയിരിക്കുന്നതിന് വേണ്ടി ഇന്ന് മകൾ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ആ യേശുവിനെ രക്ഷകരെ കർത്തമായി സ്വീകരിച്ച് ഇന്നാൾ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിർത്തുന്ന പ്രത്യേകത തുടർന്ന് ദാസിനെ കൂടി പ്രാർത്ഥിക്കും. അതിനായി ദൈവത്തെ ഏൽപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിനായി ദാസിനെ ഉപയോഗിച്ചതിനായി വചനം കേട്ടവർക്കായി എല്ലാം കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രസ്താവിക്കപ്പെട്ട സന്ദേശം ലഹരിയിൽ നിന്നും മയക്കുമരുന്നും മദ്യപാനത്തിൽ നിന്നും മോചനം മാത്രമല്ല, മരണഭീതിയിൽ നിന്ന് വിടുതൽ നൽകുന്ന പാപത്തിൽ നിന്നും ജീവിതം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ മരണം യാഥാർത്ഥ്യമാണ്. മരണം യാഥാർത്ഥ്യമാണെങ്കിൽ സ്വർഗവും നരകവും ഉണ്ട്. ഈ യേശുവിനെ സകല കർത്താവ് സ്വീകരിക്കാം. സകല വ്യക്തികൾ നിത്യശിക്ഷയിലേക്ക് പോകും. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് യേശുവിനെ നിങ്ങളുടെ സകല കർത്താവും ദൈവമായി സ്വീകരിക്കുമെങ്കിൽ, സമർപ്പിക്കുമെങ്കിൽ പാപത്തിൽ നിന്ന്, മയക്കുമരിൽ നിന്ന്, അതുപോലെ മരണഭീതിയിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, ശാപത്തിനെല്ലാം മോചനം നൽകുവാൻ സാധ്യമായി തീരും. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനും പരിശുദ്ധനുമായ സ്വർഗ്ഗപിതാവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകലിൽ നിരവധി ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സുവിശേഷത്തെ വർണ്ണിപ്പിനിടയായി തിങ്കൽക്കാടിൽ വഴിയോരത്ത് ഈ സ്ഥലത്ത് കടന്നു പോകുന്ന ഈ ശബ്ദം ശ്രദ്ധിച്ച എല്ലാ ഭവനക്കാരെയും യാത്രക്കാരെയും ജോലി രംഗത്തുള്ളവരെയും സകലരെയും നിങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവ് യേശു വിശ്വസിക്കുന്നതിന് രക്ഷ പ്രാപിക്കുമല്ലോ. ആകയാൽ കേട്ട് വിശ്വസിച്ച് അംഗീകരിച്ച് ജീവൻ സമർപ്പിച്ച് കർത്താവെ നിത്യ അവകാശിയെ മാറുവാൻ, നിത്യരക്ഷ അനുഭവമാക്കുവാൻ, സുഖത്തിൽ പിന്തുണപ്പെടുവാൻ ചില വ്യക്തികളെല്ലാം സഹായിക്കണം. എല്ലാ തടസ്സങ്ങളും മാറണം. ജാതീയ കോട്ടകൾ, സാമുദായിക കോട്ടകൾ, എല്ലാ വർഗീയ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ. യേശുവിന്റെ സ്വാതന്ത്ര്യം, യേശു നൽകുന്നതായ സന്തോഷം, സമാധാനം, നിത്യജീവൻ അനുഭവമാക്കുവാൻ ലുദിയുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ, ആ ജയിൽപ്പെട്ട മാനസാന്തരപ്പെട്ടതുപോലെ, സഖായി ടാക്സ് ഉദ്യോഗസ്ഥൻ മാനസാന്തരപ്പെട്ടതുപോലെ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കണമേ കർത്താവ്. അത്ഭുതം ചെയ്യണമേ. ദിവസം ബലപ്പെടുത്തിയല്ലോ, ടീമായി ബലപ്പെടുത്തിയല്ലോ, ക്രമീകരിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയിരുന്നാവുന്ന പിതാവേ, ആമേൻ. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ഭൂതബാധകർക്ക് വിടുതൽ നൽകുന്നു. യേശു ക്രിസ്തു പരിശുദ്ധ നൽകുന്നു. യേശു ക്രിസ്തു രാജാവായി വീണ്ടും വരുന്നു. അവനെതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ.